അയ്യോ ഓറഞ്ചിന്റെ തൊലി കളയായിരിക്കും കേട്ടാ. ഓക്കെ, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓറഞ്ചിന്റെ സീസൺ അല്ലേ, എല്ലായിടത്തും റോഡിലൊക്കെ പോകുമ്പോൾ നമ്മൾ നിറയെ ഓറഞ്ച് നല്ല ഭംഗിയിരിക്കണതാണ്, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ തോന്നും. എല്ലാവരുടെ വീട്ടിലും ഇഷ്ടം പോലെ നമ്മൾ ഓറഞ്ച് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമ്മൾ സാധാരണ എന്താ ചെയ്യാ, ഓറഞ്ച് കഴിക്കും, ഈ തൊലി അങ്ങോട്ട് കട്ടിറ അല്ലെ. അപ്പൊ ഈ ഓറഞ്ചിന്റെ തൊലിയിലാണ് ഇത്ര ഓറഞ്ചിന്റെ ഫ്രൂട്ടിനെക്കാട്ടും കൂടുതൽ വൈറ്റമിൻ സി, അതുപോലെ ആന്റി ഓക്സിഡൻസും മറ്റു വൈറ്റമിൻസും ഒക്കെ ഉള്ളത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അത് നമുക്ക് നോക്കിയാൽ അറിയാം എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നും. ഈ ഓറഞ്ച് പീൽ കൊണ്ട് എത്ര വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന അറിയാം. അപ്പൊ ഞാൻ സാധാരണ ഈ കേക്ക് ഉണ്ടാക്കി തുടങ്ങിയ സമയത്ത് ഈ ഓറഞ്ചിന്റെ തൊലി കിട്ടി കഴിഞ്ഞാൽ ഒരൊറ്റ ഓറഞ്ചിന്റെ തൊലി പോലും വലിച്ചെറിഞ്ഞ് കളയില്ല. അതുകൊണ്ട് പല വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഓറഞ്ച് പീൽ കാൻഡി. അത് രണ്ട് തരത്തിൽ, അതിപ്പോ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മള് വീട്ടിലെല്ലാവരുടെ കയ്യിലും എന്തായാലും രണ്ട് ഓറഞ്ചിന്റെ തൊലി കിട്ടിയാൽ മതി ഇതുണ്ടാക്കാൻ. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഓറഞ്ചിന്റെ തൊലി തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ്. അപ്പൊ ഞാനിവിടെ ഒരു 6 ഓറഞ്ചിന്റെ തൊലിയാണ് അതിന്റെ ഫ്രൂട്ടൊക്കെ തിന്നതിന് ശേഷം എല്ലാവരും കൂടി കഴിച്ചത് ഞാൻ ഈ പാത്രത്തിൽ ഇട്ട് വെക്കാൻ പറയും. എന്നിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഈ ഓറഞ്ചിന്റെ തൊലി വെച്ചിരിക്കണത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഓറഞ്ചിന്റെ ഈ ഉള്ളിലത്തെ ഈ വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ, ഇതൊന്നൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പൊ ഈ വൈറ്റ് പാർട്ടാണ് കൂടുതൽ കയ്പ്പ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരുവിധം നമുക്ക് റിമൂവ് ചെയ്തിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ ഇങ്ങനെ ഒന്ന് ചുരുണ്ടി കളഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ പറ്റാവുന്ന രീതിയിലൊക്കെ ഓറഞ്ചിന്റെ ഉള്ളിലത്തെ വൈറ്റ് പാർട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഒരു പാത്രത്തില് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ കട്ട് ചെയ്യുന്ന നേരം കൊണ്ട് ഇത് തിളക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള സൈസില് നീളത്തില് നോക്കിയെടുക്കാം കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് എടുക്കണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ എടുക്കാം. ഞാനിപ്പോ ഇങ്ങനെ നീളത്തിലാണ്. അപ്പോൾ ഒരേ വലുപ്പത്തിൽ കിട്ടണമെങ്കിൽ നമ്മൾ അതേപോലെ ഓറഞ്ചിന്റെ തൊലി കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരേപോലെയുള്ള സ്ട്രിപ്സ് ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പൊ ഇത് ഞാൻ സാധാരണ നമ്മൾ കഴിച്ചിട്ടുള്ള ഓറഞ്ചിന്റെ പീലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാം ഒരേ സൈസിലല്ല, പല വലുപ്പത്തിലാണ്. അത് പ്രശ്നമൊന്നുമില്ല, നമുക്ക് കാൻഡി ഉണ്ടാക്കാൻ ഇതായാലും മതി. അപ്പൊ വെള്ളം തളിച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഈ ഓറഞ്ച് പീൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ നമ്മൾ പീലിട്ടതിന്റെ മുകളിൽ വെള്ളം നിൽക്കണ പോലെ അപ്പൊ ഒരു 10 മിനിറ്റോളം ഇതൊന്ന് നമുക്ക് മൂടി വെച്ചിട്ട് തിളപ്പിക്കണം. അപ്പൊ ഒരു 10-12 മിനിറ്റ് അതിൻ്റെ തിളയ്ക്കുന്നത്. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്നൊരു ഊറ്റിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. നമ്മൾ നേരത്തെ വെള്ളം തിളപ്പിച്ച ആ സെയിം പാത്രം തന്നെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 6 ഓറഞ്ചാണ് എടുത്തേക്കണത്. അപ്പോൾ 6 ഓറഞ്ചിലേക്ക് 6 ടേബിൾ സ്പൂൺ ഷുഗർ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ ആ ഷുഗറൊക്കെ ഇതിൽ അലിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ ഓറഞ്ച് പീല് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഓറഞ്ച് പീൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പാനി ഇതിലത്തെ വറ്റി വരണം. ഈ നമ്മുടെ ഷുഗർ സിറപ്പ് ഇതിലിരുന്ന് വറ്റണം. നമുക്കൊരു ലെമൺ മുറിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ലെമണിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്.
അപ്പം അത് ബേൺ ആവാണ്ട് നോക്കുക. ഈ ഓറഞ്ച് പീലേ ഇത് പറ്റി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധമൊക്കെ ആ പാനിയൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടൊന്ന് പരത്തിയിടാം. ഇതിന്റെ നല്ല ആ ചൂട് പോകാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമുക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടിയും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ഒന്ന് അലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓറഞ്ച് പീൽ കാൻഡി റെഡിയായി കഴിഞ്ഞു. ഇതൊന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഹാർഡായിട്ട് വരും. ഞാൻ ഈ തിളച്ച വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ചോക്കോ ചിപ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഇതൊന്ന് ചോക്ലേറ്റ് മെൽറ്റായി കിട്ടണം നമുക്ക്. നമ്മൾ കുറച്ച് പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഓറഞ്ച് പീൽ കാൻഡി ഓരോന്ന് എടുത്തിട്ടൊന്ന് ഓറഞ്ച് കോട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു പോർഷൻ കാൻഡി എടുത്തിട്ട് നമ്മൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ കൂളാക്കാൻ വെക്കാം. അപ്പൊ നമ്മുടെ ഓറഞ്ച് പീൽ കാൻഡി 2 തരത്തിൽ നമ്മൾ ഉണ്ടാക്കി. അപ്പൊ ഓറഞ്ച് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ നാള് പ്രിസർവ് ചെയ്തിരിക്കണ ഒരു സംഭവമാണ്. 1 വർഷം വരെ നമുക്ക് ഫ്രിഡ്ജില് നല്ല ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പൊ അടുത്ത തവണ നമുക്കൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. ബൈ.